ഭർത്താവ്, അഭിഭാഷകയുടെ സഹോദരി എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. വ്യാജരേഖയുണ്ടാക്കൽ, വഞ്ചന, ധനാപഹരണം, ഖജനാവിന് നഷ്ടമുണ്ടാക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലാണ് കേസ്. വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി നൽകിയ റവന്യൂ ജീവനക്കാരും പോലീസ് നിരീക്ഷണത്തിലാണ്. വിവാഹ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച സ്ഥാപന ഭാരവാഹികളും കുടുങ്ങും. സിനിമാ കഥയെ വെല്ലുന്നതാണ് കേസെന്ന് ഡിവൈഎസ്പി KV വേണുഗോപാൽ പറഞ്ഞു. സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസിയും അതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ നിർമ്മാണവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വത്ത് തട്ടിയെടുക്കലും സർക്കാരിൻ്റെ ഖജനാവ് നഷ്ടമുണ്ടാക്കുന്ന നടപടി കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ബാലകൃഷ്ണന്റെ മരണകാരണം സംബന്ധിച്ചും സംശയങ്ങളുണ്ട്. അതുകൂടി തെളിഞ്ഞാൽ കേസിലെ വകുപ്പുകൾ ഗൗരവമുള്ളതാകും. വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതിൽ അഭിഭാഷകയുടെ ഓഫീസിലെ ചിലർ കൂടിയുണ്ടെന്നും പോലീസിന് സംശയമുണ്ട്. ബാലകൃഷ്ണന്റെ തട്ടിയെടുക്കപ്പെട്ട സ്വത്തുക്കളുടെയും പണത്തിന്റെയും കണക്കുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. 400 കോടിയുടെ സ്വത്തുണ്ട് ബാലകൃഷ്ണന് എന്നാണ് കണക്ക്. പക്ഷേ അനന്തരാവകാശികൾ ആരുമില്ല. ഇതാണ് അഭിഭാഷകയെ മോഹിപ്പിച്ചത്. ഒരു ഭാഗത്തു നിന്നും പക്ഷേ കൊള്ളയടിക്കുമ്പോഴേക്കും അവർ പിടിക്കപ്പെട്ടു. ഇതാണ് നീതിയുടെ വിജയം, അവരുടെ ദൗർഭാഗ്യവും. M പ്രതീഷിനൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.